ഞാൻ എഴുതിയ 2 പുസ്തകങ്ങൾ, ഒരു നോവലും ഒരു ചെറുകഥാ സമാഹാരവും അക്ഷരദീപം ബുക്സിലൂടെ പ്രസിദ്ധീകരിക്കുകയാണ്. അതിൻ്റെ പ്രകാശനം ഒക്ടോബർ 5-ാം തീയതി രാവിലെ 10 മണിക്ക് കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡിലുള്ള വൃന്ദാവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്. അതിൻ്റെ കാര്യപരിപാടികൾ തുടക്കം 2 ചെറിയ പെൺകുട്ടികളുടെ ഒരു സ്വാഗത നൃത്തമാണ്. അതിനുശേഷം അക്ഷരദീപത്തിൻ്റെ അക്ഷരദീപം കോർഡിനേറ്റർ ശ്രീ മധുസൂദനൻ പുല്ലാട്ടിൻ്റെ സ്വാഗത ഭാഷണം, അക്ഷരദീപം പബ്ലിഷേഴ്സിൻ്റെ എഡിറ്ററാണ് ആശ രാജീവ്, അവരാണ് അധ്യക്ഷ. ഉദ്ഘാടനം ചെയ്യുന്നത് ജനം TV ന്യൂസ് എഡിറ്റർ ശ്രീ അനിൽ നമ്പ്യാരാണ്. പിന്നെ പുസ്തക പ്രകാശനം, ആദ്യത്തേത് നോവലാണ് ആദ്യം പ്രകാശനം ചെയ്യുന്നത്. തിരശ്ശീല ഉയരുമ്പോൾ, ഒരു സമ്പൂർണ്ണ നോവലാണ്, ഏകദേശം 400 പേജോളം വരുന്ന ഒരു പുതിയ നോവലാണ്. പുതിയതെന്ന് മാത്രമല്ല, എൻ്റെ ആദ്യത്തെ നോവലാണത്. അത് പ്രകാശനം ചെയ്യുന്നത് പ്രസിദ്ധ കവി ശ്രീ പവിത്രൻ തീക്കുനിയാണ്. പിന്നെ 15 ചെറുകഥകളുടെ സമാഹാരമായിട്ട് നിഴലും നിലാവും എന്ന ഒരു ചെറുകഥാ സമാഹാരവും അന്ന് തന്നെ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രകാശനം നടത്തുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ എന്നല്ല, നമ്മളെ അറിവിൽ ഇതുവരെ ഒരു ഗ്രന്ഥക്ഷേത്രത്തെപ്പറ്റി കേട്ടിട്ടില്ല. ആദ്യമായൊരു ഗ്രന്ഥക്ഷേത്രം നിർമ്മിച്ച് അതിൻ്റെ സ്ഥാപകനായ ശ്രീ പ്രാപ്പോയിൽ നാരായണ മാസ്റ്ററാണ് നിഴലും നിലാവും എന്ന ചെറുകഥാ സമാഹാരം പ്രകാശനം ചെയ്യുന്നത്. പിന്നെ അതേ വേദിയിൽ വെച്ചിട്ട് മറ്റ് പുസ്തക പരിചയം നടത്തുന്നുണ്ട്. അക്ഷരദീപത്തിലെ തന്നെ ശ്രീ ദിനീഷ് വാഗയാട്, അതുപോലെ അതിൻ്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീമതി PK സാജിദ ടീച്ചർ തുടങ്ങിയവർ. ഇന്ന് നമ്മൾ കാണുന്ന ഈ സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്നത്തെ ഒരു സാംസ്കാരിക ഉന്നതിയും, നമുക്ക് സൗകര്യങ്ങൾ വരുന്ന സമയത്താണ് നമ്മുടെ സംസ്കാരമൊക്കെ കുറേശ്ശെ മൂല്യച്യുതി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിലുള്ള ജനങ്ങളുടെ കഷ്ടപ്പാടുണ്ട്, അവരെങ്ങനെ ഉന്നതിയിലേക്ക് വന്നു എന്നുണ്ട്. അങ്ങനെ ഒരു ഏറ്റവും സൗകര്യങ്ങളില്ലാതിരുന്ന ബസ് സൗകര്യങ്ങൾ, അതുപോലെ വിദ്യാലയ സൗകര്യങ്ങൾ, അങ്ങനെയൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടവും ഉണ്ട്. അതിൽ നിന്ന് ഉന്നതിയിലേക്ക് എങ്ങനെയാണ്, ഏതെല്ലാം ആൾക്കാരുടെ പ്രവർത്തനങ്ങളിലൂടെയാണ് അത് കുറച്ചുകൂടെ ഉന്നതി പ്രാപിച്ചതെന്നും പിന്നെ അതിന് ശേഷം എല്ലാ സൗകര്യങ്ങളും വന്നിട്ടുള്ള ഒരു അവസ്ഥ, അങ്ങനെ ഒരു 3 തലമുറകളുടെ കഥ പറയുന്ന ഒരു നോവലാണ്. വൃന്ദാവൻ ഹാളിൽ വെച്ച് ഒക്ടോബർ 5-ന് രാവിലെ 10 മണിക്ക് അനിൽ നമ്പ്യാർ ഉദ്ഘാടനം ചെയ്യും. ശ്രീ പവിത്രൻ തീക്കുനി. പുസ്തക പ്രകാശനം തിരശ്ശീല ഉയരുമ്പോൾ നിഴലും നിലാവും ഗ്രന്ഥക്ഷേത്ര സ്ഥാപകൻ ശ്രീ നാരായൺ പ്രാപ്പോയിൽ ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ബാക്കി എഴുത്തുകാരും ബാക്കിയുള്ളവരൊക്കെ ആശംസ പറയാനും ഒക്കെ ഉണ്ടാവും.